ഇവിടെ നിന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാനൊരു വീഡിയോ വിഷ്വൽ വെച്ചുതരാം. ആ വിഷ്വൽ കണ്ടിട്ട് നിങ്ങളുടെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വീണിട്ടില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ മനുഷ്യനല്ല എന്ന്. നിങ്ങൾ പറയുന്നു ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലേക്കും അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സൈറ്റ്സിലേക്കും മാത്രമാണെന്നാണ്. എന്നാൽ അതേസമയം ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് സിവിലിയൻ ഏരിയയിലേക്കൊക്കെയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഗാസയിൽ നടന്നിട്ടുള്ള ജിനസൈഡിന്റെ ഇപ്പോൾ ട്രിബ്യൂണലിന്റെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഗാസ ജിനോസൈഡിൽ UK പങ്കിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷ്വൽ, അതായത് ഇസ്രായേൽ US ജോയിന്റ് അറ്റാക്ക് ഇറാനിൽ നടത്തിയിട്ടുള്ള ഒരു വീഡിയോ വിഷ്വൽ ഒന്ന് കാണാം. അവിടെ ഡേറ്റ് നോക്കിയാൽ കാണാം, 28 മാർച്ച് 2026 ടെഹ്റാൻ ഇറാൻ എന്ന് കാണാം അതിന്റെ മുകളിൽ. അതായത് ഇന്നലെ അക്കോർഡിംഗ് ടു ദ കൺട്രീസ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓൺ സാറ്റർഡേ പറഞ്ഞിട്ടുള്ള കാര്യം, ദ ജോയിന്റ് US Israeli strike killed more than 213 children and injured 1,800 others. അതായത് 1800ഓളം ആളുകൾക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഏകദേശം 230-ൽ കൂടുതൽ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, അല്ല കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. എന്തിന് 230? ഒരു കുട്ടി മരിക്കുമ്പോൾ ആ കുട്ടി എന്തിനാണോ മരിക്കുന്നതെന്ന് ആ കുട്ടിക്ക് പോലും അറിയില്ലടോ. ആ ഒരു കൺട്രിയാണ്, അതായത് ആ കൊല്ലുന്ന കൺട്രിയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ. ഇതിനു മുൻപും ഇറാന്റെ കാര്യം മാത്രമല്ല, ഇതിനു മുൻപും ഇസ്രായേലിൽ കൊന്നിട്ടുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് മാത്രമല്ല, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിലവിളിച്ചു പോകുന്ന ആ കുട്ടിയെ കണ്ടില്ലടോ, അതേപോലത്തെ ഒരുപാട് കുട്ടികൾ ഇഞ്ചുറീസ് ആയി നിലവിളിച്ച് പോകുന്നുണ്ടാവണോ. ഈ സമയത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന, നിങ്ങൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അവിടുന്ന് കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടാവും വേദനയോടെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ കരയുന്ന കുട്ടികൾ ഉണ്ടാവണോ. അപ്പൊ നിങ്ങൾ പറയും ഇസ്രായേലിലും ഇതുപോലെ നടക്കുന്നുണ്ടാവില്ലേ എന്ന്. ഓഫ് കോഴ്സ് ഇസ്രായേലിലും നടക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഇറാന്റെ കാര്യം എടുത്തു പറയാൻ, ഇറാൻ ഗാസിന്റെ കാര്യമൊക്കെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ വാറൊക്കെ തുടങ്ങിയത്, ഇറാന്റെ വാർ തുടങ്ങിയത് ആരാണ്? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ആദ്യം അറ്റാക്ക് ചെയ്തത് ഇസ്രായേലാണ്. ഇസ്രായേലി US ജോയിന്റ് ഫോഴ്സ് ആണ് ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. ആ സ്ട്രൈക്കും ഏകദേശം 180ഓളം കുഞ്ഞുങ്ങളെ കൊന്നിട്ടാണോ അതും തുടങ്ങിയിട്ടുള്ളത്. അവരെയാണ് നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണ്, ഇസ്രായേലിന്റെ യുദ്ധം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി UK ഗാസ ജിനോസൈഡിന്റെ ഇതിലുള്ള പങ്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്, അത് കാണാം. I stand in front of you today in the heaviest of hearts, after having stood witness to the genocide of my people for almost 700 days. I've just recently returned from my third trip to Gaza since October the 7th, 2023. We were seeing children with bits of their body blown off, essentially. She was 7 months. She looked like a newborn. You could see every rib, every bone in her body. She died whilst I was there. We absolutely support Israel's right to defend itself in line with international law. We continue to support Israel's right to self-defense. There's been over 600 spy flights from the RAF since December 2023. And what it reveals is this plane flying around the Khan Yunis area for nearly 2 hours, collecting intelligence, which we then found out was being given to the Israeli military in real time.
So we're talking about fighter jets, including the F-35 and F-16. Components for those were sold to Israel, but also targeting equipment, radars, reconnaissance components, and all sorts was being sold. For a long period of time, the British have been compromising pretty badly on what they've done and what they haven't done, where international humanitarian law, as applied in other countries, is concerned. What would be the consequences of our country sending military equipment to country X that it is clear is committing war crimes, crimes against humanity, or genocide against country Y? Then, if it's shown that our country is doing that knowingly, and knowing what's happening, then it becomes itself complicit. കേട്ടില്ലേ? അതിൽ പലരും 2023 ശേഷം ഗാസയിൽ പോയയാളാണ്. അതിലൊരാൾ പറയുന്നത് 3 തവണയായി 2023 ശേഷം ഗാസയിൽ പോകുന്നു. അവിടെ കണ്ട കാഴ്ചകളാണ് ആ വ്യക്തി പറയുന്നത്. അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കൂടുതൽ കാഷ്വാലിറ്റീസും, അതായത് 1/3 ഓഫ് കാഷ്വാലിറ്റീസ് ഒക്കെ കുട്ടികളാണെന്നാണ് പറഞ്ഞത്. പല കുട്ടികളും ബോംബൊക്കെ പൊട്ടി ബ്ലോ ചെയ്തിട്ട് കൈകളും കാലുകളും ഒന്നും ഇല്ല, ആ ഒരു അവസ്ഥയിൽ, അതായത് ബ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ചില കുട്ടികളെ കണ്ടിട്ടുള്ളത് അവരുടെ റിബ്സ് ഒക്കെ എടുത്ത് കാണിക്കുന്നു, അതായത് അവരുടെ ഓരോ ബോണും നമുക്ക് എണ്ണി നോക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കാണാൻ പറ്റി എന്നാണ് പറഞ്ഞത്. അയാൾ പറയുന്നു 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ അയാൾ അവിടെ ഇരിക്കുമ്പോൾ, അതായത് അയാൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ആ കുട്ടി മരണപ്പെട്ടു. 6 മാസം പ്രായമുള്ള കുട്ടി മരണപ്പെട്ടു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഗാസയിൽ ഈ ഇസ്രായേലികൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ UK ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ജിനോസൈഡുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത് കുറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഹാർഡ്വെയർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതായിട്ട് പറഞ്ഞിട്ടുള്ളത് റിയൽ ടൈം സർവൈലൻസിന് വേണ്ടിയിട്ട് ഏകദേശം 600ഓളം സ്പൈ പ്ലെയിൻസ് ഗാസയുടെ മുകളിലോട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ പല ഫ്ലൈറ്റ്സും, അതായത് ഫ്ലൈറ്റ്സിന്റെ ഡാറ്റാസ് എടുത്തു നോക്കുമ്പോൾ ഈ സർവൈലൻസിന്റെ എയർക്രാഫ്റ്റ് ഒക്കെ പോയിട്ടുള്ളത് RAF നിന്നാണ്, ബ്രിട്ടീഷ് എയർഫോഴ്സ് ബേസിൽ നിന്നാണ് പോയിട്ടുള്ളത് എന്നാണ് കണ്ടെത്താനായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കണം, ഇവർ അന്വേഷിച്ചതിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 70,000-ൽ കൂടുതൽ ആളുകൾ ഇസ്രായേലി മിലിറ്ററി കൊന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതായത് പലസ്തീനിയൻസിനെ കൊന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏകദേശം 1,70,70,000-ൽ കൂടുതൽ ആളുകൾക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിലാണ് പറഞ്ഞത് 3-ൽ 1 കുട്ടികളാണ് എന്നുള്ള ഒരു സത്യമാണ് ഇവർ വിളിച്ചു പറഞ്ഞത്. അതായത് ഈ ജിനോസൈഡിന് UK-ക്കും പങ്കുണ്ട് എന്നാണ് ഈ ട്രിബ്യൂണലിന്റെ ഒരു കണ്ടെത്തൽ. അതിൽ കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അത് മാത്രമല്ല, ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവർ ഗവൺമെന്റിനോടൊക്കെ ഇതിനെക്കുറിച്ച്, അതോറിറ്റിയോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അതായത് അക്കോർഡിംഗ് ടു റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളെ, അതായത് ഇസ്രായേലികൾ കൊന്ന ആളുകളുടെ കണക്കാണ് പറയുന്നത്. ഇവരൊക്കെയാണ് നിങ്ങൾ സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ആദ്യം കാണിച്ചെന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾ ഗാസയിലാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനിലാവട്ടെ, അതുപോലെ ലബനാനിലൊക്കെ ഇപ്പോൾ ഇസ്രായേൽ അടിക്കുന്നുണ്ട്. അവിടെ ഒക്കെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇസ്രായേലിലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ തുടങ്ങി വെച്ചത് ആരാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും.